എന്തുകൊണ്ടാണ് ഷാരൂഖ് ഖാൻ ഉൾപ്പെടെയുള്ള സെലിബ്രിറ്റീസ് ഈ കാണുന്ന കമ്മ്യൂണിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്? ബിക്കോസ് ദിസ് ഈസ് ദ ഒയാസിസ് ബൈ ഇമാർ. കഴിഞ്ഞ വർഷം ഏപ്രിലാണ് ഇമാർ ഡെവലപ്പർ ഒയാസിസ് കമ്മ്യൂണിറ്റിയെ ദുബായിൽ പരിചയപ്പെടുത്തുന്നത്. 100 മില്യൺ സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ആകെ വരുന്നത് വെറും 3000 വില്ലാസ് ആൻഡ് മാൻഷൻസ് മാത്രമാണ്. ഈ കമ്മ്യൂണിറ്റിയുടെ 60% സ്പേസ് അവർ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രീൻ ആൻഡ് വാട്ടർ ഫീച്ചേഴ്സിന് വേണ്ടി മാത്രമാണ്. 100 മില്യൺ സ്ക്വയർ ഫീറ്റ് കമ്മ്യൂണിറ്റിയിൽ വെറും 3000 വീടുകൾ. ഈ ഒരു എക്സ്ക്ലൂസിവിറ്റിയാണ് ഈ പറഞ്ഞ സെലിബ്രിറ്റികളെയെല്ലാം ഈ കമ്മ്യൂണിറ്റിയിലേക്ക് അട്രാക്ട് ചെയ്തതിന്റെ ഒരു കാരണം. ഈ ഒരു കമ്മ്യൂണിറ്റിയെ ദുബായിലെ നിലവിലുള്ള പ്രൊജക്റ്റുകളായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ 100% പോസിബിൾ അല്ല. എന്നാലും ചെറിയ രീതിയിൽ നമുക്ക് എമിറേറ്റ്സ് ഹിൽസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. അവിടുത്തെ എക്സ്ക്ലൂസിവിറ്റിയാണ് ആ പ്രോപ്പർട്ടീസിനെ പ്രീമിയം ആക്കിയതും അവിടെ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ ഡബിൾ ട്രിപ്പിൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയതും. അതേ പ്രോഫിറ്റ് തന്നെയാണ് ഇവിടെയും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം എമിറേറ്റ്സ് ഹിൽസിൽ റീസെന്റ് പ്ലോട്ട്സ് മാത്രം 2500 ദിറം പെർ സ്ക്വയർ ഫീറ്റിലാണ് സെല് ചെയ്തിട്ടുള്ളത്. ഇവിടെ പ്ലോട്ടും വില്ലയും ഉൾപ്പെടെ എംആർ തരുന്നത് 1900 to 2000 ദിറംസിന് താഴെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്ലോട്ട് മേടിക്കുമ്പോൾ ഫ്രീ ആയിട്ട് വില്ല കിട്ടുന്ന പോലെയാണ് നിങ്ങൾ ഈ കമ്മ്യൂണിറ്റിയിൽ പ്രോപ്പർട്ടി മേടിക്കുന്നത്. ഇനി ഇതിന്റെ അപ്രിസിയേഷൻ പോസിബിലിറ്റി മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് കുറച്ച് കഥകളോട് പറയാനുണ്ട്. അതിന് നമുക്ക് ഈ പ്രോജക്റ്റിന്റെ ലൊക്കേഷൻ ആദ്യം നോക്കാം. ഈ കാണുന്ന പ്ലോട്ടാണ് ഒയാസിസ് കമ്മ്യൂണിറ്റിയുടെ പ്ലോട്ട് വരുന്നത്. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ദുബായ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സൗത്ത് സൈഡിലേക്കും ഈ പറയുന്ന അലൈൻ സൈഡിലേക്കുമാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ദുബായിയുടെ എക്സാക്ട് സെന്ററിലാണ് ഒയാസിസ് കമ്മ്യൂണിറ്റി വരുന്നത്. ഇപ്പോൾ നമ്മളെല്ലാവരും ഡൗൺ ടൗണിൽ നിന്ന് എത്ര അടുത്താണ് ആ ഒരു രീതിയിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഫ്യൂച്ചറിൽ ഡൗൺ ടൗൺ തന്നെ ബുർജ് ഖലീഫ ഒഴിച്ച് ഡൗൺ ടൗണിലെ കംപ്ലീറ്റ് ആക്ടിവിറ്റീസും, അതായത് ഇപ്പോൾ നമ്മൾ അവിടെ കാണുന്ന എക്സിബിഷൻസും എല്ലാം സൗത്ത് സൈഡിലേക്ക് മാറുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ദുബായ് എക്സ്പോ സിറ്റിയിൽ ഗവൺമെന്റ് $3 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി എക്സിബിഷൻ സെന്റേഴ്സ് അവിടെ ആക്റ്റീവായി തുടങ്ങി. ഇനി അടുത്ത വർഷങ്ങൾ മുതൽ ഇപ്പോൾ നിലവിൽ വേൾഡ് ട്രേഡ് സെന്ററിൽ നടന്നുകൊണ്ടിരിക്കുന്ന എക്സ്പോസ് എല്ലാം ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവും. പിന്നെ വേൾഡിലെ ഏറ്റവും വലിയ എയർപോർട്ടായി മാറാൻ പോകുന്ന അൽ മക്തൂം ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വെറും 14-15 മിനിറ്റ്സ് മാത്രമാണ് ഈ കമ്മ്യൂണിറ്റിയിലേക്ക് ഡിസ്റ്റൻസും വരുന്നുള്ളൂ. അതുകൂടാതെ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഗവൺമെന്റ് വലിയ രീതിയിലുള്ള റോഡ് എക്സ്പാൻഷൻ പ്രോജക്റ്റ് അവിടെ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് അൽഫൈ റോഡിന്റെ എക്സ്റ്റൻഷൻ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നുണ്ട്. അത് ഏകദേശം 3.1 ബില്യൺ ദിറംസിന്റെ പ്രൊജക്റ്റ് ആണ്. സോ കമ്മ്യൂണിറ്റി റെഡി ആവുന്നതിന് മുമ്പ് തന്നെ ദുബായിലെ മേജർ റോഡുകളിലേക്കെല്ലാം ഡയറക്റ്റ് കണക്ടിവിറ്റിയും വരും. ഇന്നത്തെ മാർക്കറ്റിൽ ഈ പ്രൊജക്റ്റിന്റെ പ്രൈസ് ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ദുബായ് ഹിൽസിലെ സെക്കൻഡറി മാർക്കറ്റിൽ ടൗൺ ഹൗസുകൾ സെല് ചെയ്യുന്ന പ്രൈസിന്റെ പകുതി പ്രൈസിലാണ് ഈ കാണുന്ന എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്രൊജക്റ്റിൽ ഒരാൾക്ക് എൻട്രി ചെയ്യാൻ പറ്റുക. അതായത് 2000 ദിറംസ് പെർ സ്ക്വയർ ഫീറ്റിലും താഴെ. അതുകൊണ്ടാണ് ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുള്ള ഈ ഒരു പോർഷൻ ഇൻക്ലൂഡിംഗ് 60 മില്യൺ ദിറംസ് വരെ വരുന്ന മാൻഷൻസ് കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ട് ആണ്. ഇനി പുതിയ ഫേസ് നമ്മൾ നെക്സ്റ്റ് വീക്കിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി ഈ ഒരു ലൊക്കേഷനിലായിരിക്കും വരിക. 4, 5 and 6 ബെഡ്റൂം വില്ലാസ് ആണ് വരുന്നത്. ഇന്ന് ദുബായിൽ നിലവിലുള്ള ഏറ്റവും പ്രീമിയം വില്ല കമ്മ്യൂണിറ്റീസിന്റെ എൻട്രി പ്രൈസും ഇപ്പോൾ 2025 വരുന്ന നിലവിലുള്ള പ്രൈസുമാണ് ഈ കാണുന്നത്. എമിറേറ്റ്സ് ഹിൽസ്, ജുമേറ ഐലൻഡ്സ്, പാം ജുമേറ, ദുബായ് ഹിൽസ് എസ്റ്റേറ്റ്, അറേബ്യൻ റാഞ്ചസ്, ജുമേറ ഗോൾഫ് എസ്റ്റേറ്റ്, ഡിസ്ട്രിക്ട് 1 ആൻഡ് തിലാൽ അൽ ഗാഫ്, ഈ എല്ലാ കമ്മ്യൂണിറ്റീസും ബെയർ മിനിമം 100 to 200% അപ്രീഷിയേറ്റ് ആയിട്ടുണ്ട്. ഇതിനേക്കാൾ എല്ലാം വളരെ ബെറ്റർ ആയിട്ടാണ് എംആർ ഒയാസിസ് പ്രൊജക്റ്റ് വരുന്നത്. അവിടെയും നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് 100% എങ്കിലും അപ്രീസിയേഷൻ എക്സ്പെക്ട് ചെയ്യാം. വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ആദ്യമായിട്ടാണ് ഈ കമ്മ്യൂണിറ്റിയിൽ അഡ്രസ് ബ്രാൻഡഡ് വില്ലാസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. 2.5 വർഷങ്ങൾക്ക് മുമ്പ് ദുബായ് ഹിൽസ് എസ്റ്റേറ്റ് കമ്മ്യൂണിറ്റിയിൽ അഡ്രസ് ബ്രാൻഡഡ് വില്ലാസ് ലോഞ്ച് ചെയ്തപ്പോൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് 21 മില്യൺ ദിറംസ് ആയിരുന്നു. ഇവിടെ നിങ്ങൾക്ക് കൊടുക്കേണ്ടത് 4 ബെഡ്റൂമിന് വെറും 12.5 മില്യൺ ദിർഹംസ്, 5 ബെഡ്റൂമിന് ഏകദേശം 15 മില്യൺ ദിറംസ്, 6 ബെഡ്റൂമിന് 24 മില്യൺ പ്ലസ്. ഇനി ലേ ഔട്ടിനെ പറ്റിയിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഈ പ്രൊജക്ടിന്റെ എക്സാക്ട് ഡീറ്റെയിൽസ് ഇതുവരെ വന്നിട്ടില്ല. ബട്ട് സിമിലർ ലേ ഔട്ട് ആയിരിക്കും ഈ വരുന്ന ലോഞ്ചിലും ഉണ്ടാവുക. ഇത് മുമ്പ് നടന്ന ലോഞ്ചുകളുടെ ലേ ഔട്ട് ആണ്. 4 ബെഡ്റൂം സൈസ് വരുന്നത് ബിൽട്ടപ്പ് ഏരിയ 5800 സ്ക്വയർ ഫീറ്റ് പ്ലസ്. ഇനി പ്ലോട്ട് ഏരിയ ആണെങ്കിൽ 8600 സ്ക്വയർ ഫീറ്റ് പ്ലസ്. ഇനി 5 ബെഡ്റൂം ആൻഡ് 6 ബെഡ്റൂം ആണെങ്കിൽ ബേസ്മെന്റ് വരുന്ന ഓപ്ഷൻസും ഈ ഒരു ലോഞ്ചിൽ അവൈലബിൾ ആണ്. ഇതെല്ലാം അഡ്രസ് ബ്രാൻഡഡ് ആണ്. അതാണ് ഈ പ്രൊജക്ടിന്റെ അടുത്തൊരു പ്രത്യേകതയും
കഴിഞ്ഞ ലോഞ്ചുകൾ പോലെ തന്നെ ഇതും കംപ്ലീറ്റ്ലി സോൾഡ് ആവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നിങ്ങൾ ഇതിനെ കൺസിഡർ ചെയ്യേണ്ടത് ഇനി താമസിക്കാനാണെങ്കിലും ഇൻവെസ്റ്റ്മെന്റിനാണെങ്കിലും ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഇപ്പോൾ പാം ജബൽ അലി പ്രൊജക്റ്റിലൊക്കെ ആളുകൾ ക്യൂ നിന്നിട്ട് അവരുടെ യൂണിറ്റ്സ് സെക്യൂർ ചെയ്തത് ഫ്യൂച്ചറിൽ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റിനെ ഓർത്തിട്ടാണ്. ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് എംആർ ഒയാസിസ് കമ്മ്യൂണിറ്റി. ഇതിന്റെ പേയ്മെന്റ് പ്ലാൻ വരുന്നത് 10% മാത്രം ഡൗൺ പേയ്മെന്റ് കൊടുക്കുക, 70% ഡ്യൂറിംഗ് കൺസ്ട്രക്ഷൻ, 20% ഹാൻഡ് ഓവർ. എസ്റ്റിമേറ്റഡ് കംപ്ലീഷൻ ഡേറ്റ് വരുന്നത് ഡിസംബർ 2028 ആയിരിക്കും. ഈ പ്രൊജക്ടിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വരുന്നതനുസരിച്ച് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിൽ പ്രയോറിറ്റി ബുക്കിംഗിൽ ഒരു യൂണിറ്റ് എടുക്കാനോ ഇനി അതല്ല ദുബായിലെ ബാക്കിയുള്ള റിയൽ എസ്റ്റേറ്റ് ഓപ്ഷൻസിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാനോ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.